ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ വിഷയം അന്വേഷിക്കുന്നത് ഹൈക്കോടതി വിലക്കിയിട്ടില്ലെന്ന് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയതോടെ ഇ.ഡി. അന്വേഷണത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ഇ.ഡി. വന്നാൽ സർക്കാരും CPM-ഉം പ്രതിക്കൂട്ടിലാവും. സ്വർണ്ണക്കൊള്ള കേസിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ പകർപ്പും മൊഴികളും കൈമാറണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ പുതിയ അപേക്ഷ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സർക്കാരിന്റെ വാദം കേട്ട ശേഷം മജിസ്ട്രേറ്റ് കോടതി ഉചിതമായ തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം. ഇ.ഡി. വന്നാൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുമെന്ന ആശങ്കയിലാണ് പാർട്ടി. സർക്കാരിനെ ആകെ സംശയമുനയിൽ നിർത്താൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ പേടി. സ്വർണ്ണക്കൊള്ളയിൽ ബംഗളൂരു കേന്ദ്രീകരിച്ച് കള്ളപ്പണ ഇടപാടുകൾ നടന്നെന്ന സംശയമാണ് ഇ.ഡിക്ക്. 2025 വരെയുള്ള ഇടപാടുകൾ അന്വേഷിക്കുന്നതായി SIT ഇന്നലെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയതോടെ ഇപ്പോൾ അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർക്കെതിരെയും ഇ.ഡി. തിരിയാൻ സാധ്യതയുണ്ട്. അതേസമയം 2014 മുതൽ 2025 വരെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ പരിശോധിക്കേണ്ടതിനാൽ SITക്ക് കേസന്വേഷണത്തിന് കോടതി 1.5 മാസം നീട്ടി നൽകി. അന്വേഷണം തൃപ്തികരമാണെന്ന് ജസ്റ്റിസ് V. രാജ, വിജയരാഘവൻ, ജസ്റ്റിസ് KV. ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിലയിരുത്തി. അന്വേഷണ സംഘത്തിന് കോടതി നേരത്തെ അനുവദിച്ച 6 ആഴ്ച സമയം അവസാനിച്ചിരുന്നു. പുരോഗതി റിപ്പോർട്ട് SIT ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചു. ഇ.ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിലെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എഫ്ഐആറും മറ്റും പൊതുരേഖയാണെന്നും ഇ.ഡി. വാദിച്ചു. കൃത്യമായ കാരണങ്ങളും വസ്തുതകളും വിവരിച്ച് വിചാരണ കോടതിയിൽ പുതിയ ഹർജി നൽകാമെന്ന് കോടതി വ്യക്തമാക്കി.